നമ്മുടെ ആധുനിക മനുഷ്യൻ മൈത്രേയൻ്റെ അടുത്ത് എത്താൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. എനിക്കിതല്ലേ പറ്റൂ, എത്താതിരിക്കുക ചെയ്യട്ടെ. അഖിൽ മാരാർ മൈത്രേയനെ വെല്ലുവിളിച്ചു. മൈത്രേയൻ പരമപുച്ഛത്തോടു കൂടി അഖിൽ മാരാർ തള്ളി. പുള്ളി പറയുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി എന്താണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, അഖിൽ മാരാർ ബിഗ് ബോസിൽ വിന്നറായി, അതിനുശേഷം അടുത്ത ബിഗ് ബോസിൽ വേറൊരു കക്ഷി വിന്നറായിട്ടുണ്ട്, ജിൻഡോ എന്ന് പറഞ്ഞാൽ. ആ പുള്ളിക്ക് എന്തെങ്കിലും മാങ്ങാത്തുള്ളി സംസാരിക്കാറോ? യാതൊരു വിധ വിവരമില്ല, അങ്ങനെ ആരും അറിയുന്ന പോലുമില്ല, അങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അപ്പം ബിഗ് ബോസ് അല്ല പ്രശ്നം. ഇനി ബിഗ് ബോസ് ആണെങ്കിൽ തന്നെ എന്താ മൈത്രേയൻ്റെ വിചാരം എല്ലാവരും ന്യൂസ് ചാനലിലും അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെയും ടി ജി മോഹൻദാസിൻ്റെയും ചർച്ച കേൾക്കുന്നവരാണെന്നാണോ? എൻ്റെ മൈത്രേയ സിനിമ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. സീരിയലുണ്ട് മൈത്രേയ, സീരിയൽ കോമഡി ചാനലുകളുണ്ട്, നിലവാരമുള്ള കോമഡി ചാനലുകളുണ്ട്, റീൽസ് ഉണ്ട്. ഇതൊക്കെ കാണുന്നവരാണ് മലയാളി പ്രേക്ഷകർ. ഇതൊക്കെ പല പല വൈവിധ്യങ്ങളാണ്. എല്ലാവരും അങ്ങ് ബുദ്ധിജീവികളല്ല, മനസ്സിലായോ? അപ്പോൾ ഇനി ബിഗ് ബോസിൻ്റെ വിന്നർ ആണെങ്കിൽ പോലും മൈത്രേയൻ എന്താണ് ഇത്ര പുച്ഛം? ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ലക്ഷോ, അതായത് കേരളത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർ കാണുന്ന പരിപാടിയാണ്. അവരെന്താ പൊട്ടന്മാരാണ്? ഇവർ നീ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് ജയശങ്കറും അല്ലെങ്കിൽ ടി ജി മോഹൻദാസും പോലുള്ള വലിയ ശ്രീജിത്ത് പണിക്കരും അല്ലെങ്കിൽ എം സ്വരാജ് പോലുള്ള ആൾക്കാരുടെ ചർച്ചകൾ മാത്രമേ നമ്മൾ കേൾക്കാവുള്ളൂ, അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ അങ്ങനെയൊക്കെയുള്ള യുക്തിവാദികളെ മാത്രമേ നമ്മൾ കാണാവുള്ളൂ എന്നാണോ നിങ്ങൾ പറയുന്നത്? മൈത്രേയന് ധൈര്യമുണ്ടെങ്കിൽ മൈത്രേയൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുക. മൈത്രേയനെ വെല്ലുവിളിക്കുന്നു, മൈത്രേയനെ അടിച്ചു കടത്താൻ അഖിൽ മാരാറിന്റെ പോലും ആവശ്യമില്ല. ഒരുപാട് ആൾക്കാർ അവരൊന്നും പ്രശസ്തരല്ല. ഇപ്പം ഞാനോ അല്ലെങ്കിൽ എന്നെക്കാട്ടിലും ഒരു വീഡിയോ പോലും ചെയ്യാത്തവരൊക്കെ ഒത്തിരി ആൾക്കാർ നാട്ടിലുണ്ട്. അവർക്കൊക്കെ പറ്റും. പക്ഷെ പ്രശസ്തരായ ഒരു വ്യക്തിക്ക് മാത്രമേ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റൂ, എന്നാൽ മാത്രമേ അവിടെ റീച്ച് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ചർച്ചയാണ് ശരിക്കും മൈത്രേയനും അഖിൽ മാരാരോട്ടുള്ള ഒരു ഡിബേറ്റ്, അടിപൊളി ഡിബേറ്റ്. ശരിക്കും മൈത്രേയൻ പേടിച്ചിട്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. എനിക്കും അഖിൽ മാരാർ അറിയത്തില്ല, അയാൾക്ക് അതിനുള്ള യോഗ്യതയില്ല. കഷ്ടം തന്നെ മൈത്രേയ. ഇതെങ്ങനെയെങ്കിലും മൈത്രേയൻ്റെ അടുത്ത് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കാൻ ചാൻസ് ഇല്ല, കാരണം ഞാനൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അണ്ണാ കുഞ്ഞിനെ തന്നാലായതുപോലെ ഞാനൊരു വീഡിയോ ചെയ്ത് നോക്കുന്നു.